നമസ്കാരം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് പാർട്ടിയിലേക്ക് പുതുതായിട്ട് വന്ന ചില നേതാക്കന്മാരെ സ്വീകരിക്കുന്ന ചടങ്ങുണ്ട്. നമ്മുടെ വേദിയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ എം.ടി. രമേശ്, ശ്രീ പി. സുധീർ, പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രഭാരി ശ്രീ അനൂപ് ആൻ്റണി, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഷോൺ ജോർജ് എന്നിവർ സന്നിഹിതരാണ്. നമ്മുടെ ഈ പത്രസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി പുതുതായിട്ട് പാർട്ടിയിൽ അംഗത്വമെടുക്കുന്ന നേതാക്കന്മാരെ സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ഷൈൻ ലാൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിരുന്നു. ദീർഘകാലമായിട്ട് 10-20 വർഷത്തിലേറെയായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ KSUവിനും നേതൃത്വം നൽകുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ഷൈൻ ലാൽ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് KSU നേതാക്കന്മാരായിട്ടുള്ള ശ്രീ നിതിൻ SP, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ കോവളം മണ്ഡലം പ്രസിഡന്റാണ് നിലവിൽ. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ നിതിൻ MR, യൂത്ത് കോൺഗ്രസിന്റെ രാജാജി നഗർ യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ശ്രീ നിതിൻ MR, ശ്രീ ആൽഫ്രഡ് രാജ്, KSUവിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ആൽഫ്രഡ് രാജ്, അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അമൽ സുരേഷ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വാർഡ് വൈസ് പ്രസിഡന്റ് മുതൽ മണ്ഡലം പ്രസിഡന്റ് വരെ പ്രവർത്തിച്ച അമൽ സുരേഷ്. ശ്രീ അഖിൽ രാജ് PV, അരുവിക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ശ്രീ അഖിൽ രാജ് PV, അദ്ദേഹത്തെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.